Good morning all. Today we are going to discuss broth dilution method. We have already discussed about disk diffusion method. Next is about dilution methods. So this dilution method, why we are performing? It is to determine minimum inhibitory concentration of the antibiotic. അതായത് ഒരു പുതിയൊരു ആൻറ്റിബയോട്ടിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം ബാക്ടീരിയനോട് സസെപ്റ്റബിലിറ്റി ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ് ഓൾസോ ടു ഡിറ്റർമൈൻ ദ റെസിസ്റ്റൻസ്. സോ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ് ദാറ്റ് പ്രിവെന്റ് ദ വിസിബിൾ മൈക്രോ ഓർഗാനിസംസ് ഗ്രോത്ത് ആഫ്റ്റർ ഓവർനൈറ്റ് ഇൻക്യുബേഷൻ. ഇൻ മൈക്രോബയോളജി, the MIC, that is minimum inhibitory concentration, it is the lowest concentration of antimicrobial agent, which can be antifungal avam or antibiotic or bacteriostatic compound, antimicrobial drug idile edengil onnavam that will inhibit the visible growth of a microorganism after overnight incubation. So this MICs can be determined on the plates of solid media called the Kirby-Boyer disk susceptibility test. അപ്പോൾ പ്ലേറ്റ്സിൽ നമുക്ക് MIC ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുന്ന മെത്തേഡ് ഏതായിരുന്നു? നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ് യൂസിങ് കിർബി ബോയർ മെത്തേഡ് വഴിയായിരുന്നു. പിന്നെയുള്ള മെത്തേഡാണ് ഡയലൂഷൻ മെത്തേഡ്. ഡയലൂഷൻ മെത്തേഡിൽ ആണ് ബ്രോത്ത് ഡയലൂഷൻ മെത്തേഡ്, ദാറ്റ് ഈസ് ഇൻ ലിക്വിഡ് ഗ്രോത്ത് മീഡിയ ആഫ്റ്റർ ദ പ്യുവർ കൾച്ചർ ഈസ് ഐസൊലേറ്റഡ്. അപ്പോൾ ഈ ഡയലൂഷൻ മെത്തേഡ് തന്നെ രണ്ട് വിധത്തിൽ വരുന്നുണ്ട്. ബ്രോത്ത് ഡയലൂഷൻ മെത്തേഡും അഗർ ഡയലൂഷൻ മെത്തേഡും. അപ്പൊ നമുക്ക് ആദ്യം ബ്രോത്ത് ഡയലൂഷൻ മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ബ്രോത്ത് ഡയലൂഷൻ മെത്തേഡ്സ് ഫോർ ഡിറ്റർമൈനിങ് മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ. സോ ദ ഡയലൂഷൻ മെത്തേഡ്സ് ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻ ടു വേസ്. ഈ ഡയലൂഷൻ മെത്തേഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വിധത്തിൽ നമുക്ക് പെർഫോം ചെയ്യാം. ഡയലൂഷൻ മെത്തേഡ് ഏതൊക്കെയാണ്? മാക്രോ ഡയലൂഷൻ ആൻഡ് മൈക്രോ ഡയലൂഷൻ. അപ്പൊ അതിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ബ്രോത്ത് ഡയലൂഷൻ, ഡയലൂഷൻ മെത്തേഡ്സ് ബ്രോത്ത് ഡയലൂഷനിലും പെർഫോം ചെയ്യാം, അഗർ ഡയലൂഷനിലും പെർഫോം ചെയ്യാം. അപ്പൊ ബ്രോത്ത് ഡയലൂഷൻ ആണ് ആദ്യം പറയാൻ പോകുന്നത്. ബ്രോത്ത് ഡയലൂഷൻ ടെസ്റ്റിംഗ് ഇറ്റ് അലൗസ് ദ ഓപ്ഷൻ ഓഫ് പ്രൊവൈഡിങ് both quantitative, that is for determining MIC, and qualitative, that is for the interpreting results. MIC, that is minimum inhibitory concentration, can be helpful. How it is helpful? In establishing the level of resistance of a particular bacterial strain and can substantially affect the decision of using that certain antimicrobial agent. അപ്പൊ നമുക്ക് അതിന്റെ സസെപ്റ്റബിലിറ്റി, അത് സെൻസിറ്റിവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഒരു ആന്റിബയോട്ടിക്. അപ്പൊ അത് വെച്ച് നമുക്ക് പേഷ്യന്റിന് കൊടുക്കണോ വേണ്ടേ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ ഈ ബ്രോത്ത് ഡയലൂഷൻ പെർഫോംഡ് ഇൻ ടു വേസ് ദാറ്റ് ആർ മാക്രോ ആൻഡ് മൈക്രോ. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. മാക്രോ ഡയലൂഷനിൽ ബ്രോത്ത് വോളിയം 1 ml ഇൻ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ട്യൂബ്സ്. അതായത് അതിൽ ബ്രോത്ത് വോളിയം എടുക്കുന്നത് 1 ml ആണ്. അതായത് നോർമൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ട്യൂബ്സിലാണ് നമ്മളത് പെർഫോം ചെയ്യാറ്. എന്നാൽ മൈക്രോ ഡയലൂഷൻ എങ്ങനെയാണ്? അത് നമുക്ക് ബ്രോത്ത് വോളിയം മൈക്രോ ഡയലൂഷനിൽ 0.05 to 0.1. അപ്പൊ അത്രയും മൈന്യൂട്ട് എമൗണ്ട് ആണ് ടോട്ടൽ ബ്രോത്ത് വോളിയം. അപ്പൊ അത് എങ്ങനെ പെർഫോം ചെയ്യുക? സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ട്യൂബ്സിൽ എടുത്താൽ ശരിയാവില്ലല്ലോ. So for the micro dilution we are using micro titer plate or tray. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാറ്. The procedure for both macro and micro എല്ലാം സെയിം ആണ് എക്സെപ്റ്റ് the volume of broth. ബ്രോത്തിലുള്ള വോളിയത്തിൽ മാത്രമേ ഒരു ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതായത് മാക്രോയിലാണെങ്കിൽ 1 ml ആണ് ബ്രോത്ത് വോളിയം, മൈക്രോയിലാണെങ്കിൽ 0.05 to 0.1 ml. ഇനി അപ്പൊ സെക്കൻഡ് മെത്തേഡാണ് അഗർ ഡയലൂഷൻ. ഇവിടെ ബ്രോത്ത് ഡയലൂഷൻ എന്നാണ് ഫസ്റ്റ് മെത്തേഡ് കൊടുത്തത്. സെക്കൻഡ് അപ്പൊ അതിൽ വരുന്നതാണ് മാക്രോ മൈക്രോ. സെക്കൻഡ് അതിൽ നെക്സ്റ്റ് മെത്തേഡാണ് അഗർ ഡയലൂഷൻ. അത് നമ്മൾ
ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ബ്രോത്ത് ഡയലൂഷനെ കുറിച്ചാണ്. ബ്രോത്ത് ഡയലൂഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അഗർ ഡയലൂഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അത് ജസ്റ്റ് ഒരു ഹെഡിങ് പോലെ കൊടുത്തുന്നുള്ളൂ. അടുത്ത് നമ്മൾ പറയാൻ പോണത് ബ്രോത്ത് ഡയലൂഷന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, സോ MIC, that is minimum inhibitory concentration of an antibiotic using this broth dilution method. This can be determined by following procedure. അപ്പൊ ഇതിന് കുറച്ച് പ്രൊസീജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബ്രോത്ത് ഡയലൂഷനിൽ. ഫസ്റ്റ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ആന്റിബയോട്ടിക് സ്റ്റോക്ക് സൊല്യൂഷൻ, ആദ്യം തന്നെ അതാണ്. സെക്കൻഡ്, പ്രിപ്പറേഷൻ ഓഫ് ആന്റിബയോട്ടിക് ഡയലൂഷൻ റേഞ്ച്. അപ്പൊ ആദ്യം സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം, പിന്നെ അതിന്റെ ഡയലൂഷൻ, അതായത് ഒരു ട്യൂബിൽ ഇത്ര ഡയലൂഷൻ, നെക്സ്റ്റ് ട്യൂബിൽ ഇത്ര കോൺസെൻട്രേഷൻ, അടുത്ത ട്യൂബിലും ഇത്ര കോൺസെൻട്രേഷൻ, അങ്ങനെ ആദ്യം ടോട്ടലി പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഡയല്യൂട്ട് ചെയ്തിട്ടാണ് ഡിഫറെന്റ് കോൺസെൻട്രേഷനിൽ നമ്മൾ ഓരോ ട്യൂബ്സിൽക്കും ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് അഗർ ഡയലൂഷൻ പ്ലേറ്റ്സ്. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് അത് ഈ ഡയലൂട്ടഡ് ഇത് നമ്മൾ അഗറിലേക്ക് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ട അഗർ ഡയലൂഷൻ പ്ലേറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ഫോർത്ത് സ്റ്റെപ്പ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ഇനോക്കുലം. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇനോക്കുലേഷൻ, ദെൻ ഇൻക്യുബേഷൻ ആൻഡ് ഫൈനലി റീഡിംഗ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ടെസ്റ്റ് റിസൾട്ട്സ്. അപ്പൊ നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ആന്റിബയോട്ടിക് സ്റ്റോക്ക് സൊല്യൂഷൻ. ആദ്യം തന്നെ ആന്റിബയോട്ടിക് സ്റ്റോക്ക് സൊല്യൂഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഐദർ കമേഴ്ഷ്യലി അവൈലബിൾ ആന്റിമൈക്രോബിയൽ പൗഡേഴ്സ്, അതായത് നമുക്ക് കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ആന്റിമൈക്രോബിയൽ പൗഡേഴ്സ് യൂസ് ചെയ്തിട്ട് അതിൽ ഇത്ര പൊട്ടൻസി വരെയുള്ളതുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ദ എമൗണ്ട് നീഡഡ്, എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് എത്ര എമൗണ്ട് ആണോ വേണ്ടത്, ആൻഡ് ദ ഡയലുവൻസ് ഇൻ വിച്ച് ഇറ്റ് ക്യാൻ ബി ഡിസോൾവ്. ദിസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ഐദർ ഓഫ് ദ ഫോളോയിങ് ഫോർമുല. അപ്പോൾ അതായത് നമ്മൾ ഒരു ചെറിയൊരു ഫോർമുല കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത്ര ഡയലൂഷനിൽ ഇത്ര എമൗണ്ട് ആന്റിമൈക്രോബിയൽ ഏജന്റ് ആഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത്ര എമൗണ്ട് നമ്മൾ വെയ് ചെയ്ത് എടുത്ത് ഈ ഡയലുവന്റിലേക്ക് ആഡ് ചെയ്യുന്നത്. സോ ദ എമൗണ്ട് ഓഫ് ആന്റിമൈക്രോബിയൽ പൗഡർ, സോ ദിസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ഐദർ ഓഫ് ദ ഫോളോയിങ് ഫോർമുല. അത് ഞാൻ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫോർമുല. വെയിറ്റ്, ഒന്നുകിൽ വെയിറ്റ് ഇൻ ദ ഫോം ഓഫ് mg = വോളിയം ഇൻറ്റു കോൺസെൻട്രേഷൻ, വോളിയം ഇൻറ്റു കോൺസെൻട്രേഷൻ, വോളിയം ഇൻ ml, കോൺസെൻട്രേഷൻ മൈക്രോഗ്രാം. അപ്പൊ അത്രയും ചെറിയ കോൺസെൻട്രേഷൻ ആണ് ഡിവൈഡഡ് ബൈ പൊട്ടൻസി. ഒന്നുകിൽ ആ ഫോർമുല യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വോളിയം ഇൻ ml = വെയിറ്റ് ഇൻറ്റു പൊട്ടൻസി ബൈ കോൺസെൻട്രേഷൻ. ഒന്നുകിൽ ഈ ഫോർമുല യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ആന്റിമൈക്രോബിയൽ ഏജന്റ് എത്രയാണോ യൂസ് ചെയ്യണത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതാണ് നമ്മൾ ഡയലുവന്റിൽ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പ്രിപ്പയറിംഗ് ദ ആന്റിമൈക്രോബിയൽ സ്റ്റോക്ക് സൊല്യൂഷൻസ് അറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 1000 microgram per ml or 10 times highest concentration tested, whichever is greater. So microbial contamination is extremely rare. Solutions that has been prepared aseptically but not filter sterilized are generally acceptable. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച ആന്റിബയോട്ടിക്സ് സൊല്യൂഷൻ നമുക്ക് ഹീറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇതൊക്കെ നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ അങ്ങനത്തെ മീഡിയാസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? യൂസിങ് ഫിൽട്രേഷൻ മെത്തേഡ്, ദാറ്റ് ഈസ് മെംബ്രെയിൻ ഫിൽട്രേഷൻ വഴിയാണത് we are filtering or sterilizing. Then എന്നിട്ട് നമ്മൾ സ്റ്റോക്ക് സൊല്യൂഷൻ നേരത്തെ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര എമൗണ്ട് ആന്റിമൈക്രോബിയൽ ഏജന്റിന്റെ സ്റ്റോക്ക് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. ഡിസ്പെൻസ് സ്മോൾ വോളിയം ഓഫ് സ്റ്റെറൈൽ സ്റ്റോക്ക് സൊല്യൂഷൻ ഇൻ ടു സ്റ്റെറൈൽ ഗ്ലാസ്. ഒന്നുകിൽ സ്റ്റെറൈൽ ഗ്ലാസ് ട്യൂബ്സിൽക്കോ അല്ലെങ്കിൽ പോളിപ്രോപ്പിലിൻ ഓർ പോളിസ്റ്റൈറിൻ ഓർ പോളി എത്തിലിൻ വയൽസിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കെയർഫുള്ളി seal and store, preferably at -60 or below, but never at the temperature warmer than -20 and never in a self defrosting freezer. എന്നിട്ട് നമ്മൾ എടുക്കുന്ന ദിവസം this vials can be thawed. അപ്പൊ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാം എന്നാണ് പറയുന്നത്.
The vials may be thawed as needed and used at the same day. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ആന്റിബയോട്ടിക് ഡയലൂഷൻ റേഞ്ച്. ഇപ്പോൾ യൂസ് സ്റ്റെറൈൽ 13:100 millimeter ടെസ്റ്റ് ട്യൂബ്സ്. അപ്പോൾ ഇത്രയും മില്ലിമീറ്റർ വരുന്ന ടെസ്റ്റ് ട്യൂബ്സ് നമ്മൾ എടുക്കണം ടെസ്റ്റിന് വേണ്ടിയിട്ട്. Then if the tubes are to be saved for later use, be sure that they can be frozen. Close the tubes with loose screw caps, plastic or metal closure caps or cotton plug. Cotton plug വെച്ചിട്ട് tubes close ചെയ്യാം, അല്ലെങ്കിൽ screw caps വെച്ചിട്ട്. Then prepare the final two-fold dilutions of antimicrobial agent volumetrically in the broth. അപ്പോൾ ഓൾറെഡി ഈ ആന്റിമൈക്രോബിയൽ നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇത്ര എമൗണ്ട് ഡയലൂഷൻസ് ഉണ്ടാക്കാം. ഫൈനൽ two-fold or other dilutions of antimicrobial agent volumetrically in the broth. A minimal final volume of 1 ml of each dilution is needed for the test. അപ്പോൾ മൈക്രോ ഡയലൂഷനിലാണെങ്കിൽ എത്രയാണ്? 0.1 ml is dispensed into each of this 96 wells. അപ്പോൾ 0.1 ml ആണ് അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇനോക്കുലം. അപ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് സ്റ്റോക്ക് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. ആന്റിബയോട്ടിക് അതിന് ഓരോ ഡയലൂഷൻ ഡിഫറെന്റ് ഡയലൂഷൻസിൽ പ്രിപ്പയർ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇനി ഇനോക്കുലം പ്രിപ്പയർ ചെയ്യണം. ഏത് ആന്റിബയോട്ടിക് ഏത് മൈക്രോ ഓർഗാൻസ് ആണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ ഇനോക്കുലം പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ആർ പ്രിപ്പയറിംഗ് ദിസ് ഇനോക്കുലം by making a direct broth suspension of isolated colonies selected from an 18-24 hour agar plate. അപ്പോൾ നമ്മൾ ഒരു ബ്രോത്ത് സസ്പെൻഷൻ ഉണ്ടാക്കണം. അതായത് കോളനീസ് സെലക്ട് ചെയ്തത് 18-24 hour ഏജ് ഉള്ള അഗർ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുക. നോൺ സെലക്റ്റീവ് മീഡിയം സജസ് ബ്ലഡ് അഗർ അതൊക്കെ യൂസ് ചെയ്യാം. അതിൽ നിന്നുള്ള കോളനി എടുത്ത് നമുക്ക് ബ്രോത്ത് സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് അതിന്റെ ആ സസ്പെൻഷന്റെ ടർബിഡിറ്റി നമ്മൾ എന്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം? 0.5 മെക്ഫർലൻ സ്റ്റാൻഡേർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അതിന്റെ ടർബിഡിറ്റി. അഡ്ജസ്റ്റ് ദ സസ്പെൻഷൻ ടു അച്ചീവ് എ ടർബിഡിറ്റി. ദിസ് റിസൾട്ട്സ് ഇൻ എ സസ്പെൻഷൻ കണ്ടെയ്നിങ് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ നമുക്ക് അതിന് ഒരു കൃത്യ അളവുള്ള ഒരു സസ്പെൻഷൻ കിട്ടും. ദാറ്റ് ഈസ് 1 to 2 × 10⁸ CFU per ml. അതായത് ഈക്കോളൈ സ്ട്രെയിൻസിന്റെ സസെപ്റ്റബിലിറ്റിയിലോട്ട് സാമ്യമുള്ള ഇത്രയും കോളനി ഫോമിംഗ് യൂണിറ്റ്സ് ഉള്ള മീഡിയ ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അത്രയും കോൺസെൻട്രേഷൻ ഉള്ള ഇനോക്കുലം വേണം പ്രിപ്പയർ ചെയ്യാൻ. എന്നിട്ട് കമ്പയറിംഗ് ദ ഇനോക്കുലം ട്യൂബ് ആൻഡ് 0.5 മക്ഫർലൻ സ്റ്റാൻഡേർഡ് against a card with white background and contrasting black lines. Then within 15 minutes of preparation, dilute the adjusted inoculum suspension in broth. എന്നിട്ട് അത് ഡൈല്യൂട്ട് ചെയ്യണം. അതായത് മെക്ഫർലൻ സ്റ്റാൻഡേർഡ് വെച്ച് കറക്റ്റ് ചെയ്യണം. ഡൈല്യൂട്ട് ചെയ്തിട്ട് ഗ്രോത്ത് കൂടുതലാണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യണം. സോ ആഫ്റ്റർ ഇനോക്കുലേഷൻ ഈച്ച് ട്യൂബ്സ് കണ്ടെയ്നിങ് അപ്രോക്സിമേറ്റ്ലി 5 × 10⁵. Okay. Then next is inoculation. Next step ആണ് inoculation. Within 15 minutes after inoculum has been standardized. അപ്പോൾ നമ്മൾ ഇനോക്കുലം മെക്ഫർലൻ സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്ത് സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. എന്നിട്ട് add 1 ml of adjusted inoculum to each tube containing 1 ml of antimicrobial agent. എന്നിട്ട് ഇതിന് 1 ml എടുത്തിട്ട് നമ്മൾ add 1 ml of adjusted inoculum ഓരോ ട്യൂബിലും 1 ml ആന്റിമൈക്രോബിയൽ ഏജന്റ് ഉണ്ടല്ലോ. ഓൾറെഡി ഇത്ര കോൺസെൻട്രേഷൻ വെച്ച് കറക്റ്റ് ചെയ്ത് ഡയലൂഷൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആന്റിമൈക്രോബിയൽ ഏജന്റ് ഉണ്ട്. 1 ml ആണ് എല്ലാത്തിലുള്ളത്, പക്ഷെ കോൺസെൻട്രേഷൻ ഡിഫറെന്റ് ആയിരിക്കും. എന്നിട്ട് അതിൽ ആഡ് ചെയ്യും ഇന്ന ഡയലൂഷൻ സീരീസ് ആൻഡ് ഒരു പോസിറ്റീവ് കൺട്രോളും വെക്കും. അതിൽ ആന്റിമൈക്രോബിയൽ ഏജന്റ് ഇല്ല, ബ്രോത്ത് മാത്രമേ ഉള്ളൂ. എന്തിനാണത്? അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന ബാക്ടീരിയ വയബിൾ ആണോ ഇല്ലെന്ന് അറിയാൻ. എന്നിട്ട് the results in a 1:2 dilution of antimicrobial concentration and 1:2 dilution of inoculum. Next step ആണ് incubation. Incubate the inoculated tubes at 35 plus 2 degree for 16 to 20 hours in an ambient air incubator to maintain the same incubation temperature
for all cultures do not stack micro dilution.